ഹലോ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ റൂമൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. കാരണം ഇന്ന് റൂം ഒന്ന് അടുക്കി പറക്കാനായിട്ട് പോകാം കേട്ടോ. കുറേ നാളായി എന്ന് വൃത്തിയാക്കിയിട്ട് ഫുള്ള് ജനലൊക്കെ പൊടിയടിച്ചിരിക്കുക. ഞാൻ ഈ ജനലൊന്നും തുറക്കാറുകൂടിയില്ല. എനിക്ക് പേടിയായി. ഒരിക്കൽ എൻ്റെ റൂമിൽ ഇങ്ങനെ പാമ്പ് കയറിയിരുന്നു കേട്ടോ, ചേര. അപ്പോൾ എനിക്കതിന് ശേഷം ജനൽ തുറന്നിടാനായിട്ട് ഭയങ്കര പേടി. അതിന് മുന്നേ വരെ ഞാൻ എന്നും ജനൽ തുറന്നിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായി ജനലൊക്കെ തുറന്നിട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനലൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി ബെഡ് വൃത്തിയാക്കാൻ പോവുകയാണ്. ബെഡൊക്കെ ഫുള്ള് ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ തുടയ്ക്കണം. ഇപ്പോൾ കുഞ്ഞിച്ചിരി ആയതുകൊണ്ട് അവൻ കട്ടിലെടുത്ത് ഞങ്ങൾ മാറ്റിയേക്കുകയാണ്. കട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ ചാടും. അപ്പോൾ ബെഡെടുത്ത് തറയിലാട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ എൻ്റെ ജനലൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഒരു സൈഡിലെ ജനൽ തുടച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു ജനലിൽ കൂടെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എനിക്ക് ബെഡ് എടുത്ത് മാറ്റിയിട്ട് റെഡിയാക്കണം. റൂം ഫുള്ള് മെസ്സായിട്ട് കിടക്കും കേട്ടോ. അപ്പം ഞാനത് എല്ലാം കൂടെ ഒന്നും വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല. കുറച്ച് ഒരുവിധം ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഓയ്, അതെന്തുവാ? അതെന്തിനാ അടിക്കുന്നേ? ഇനി എടുക്ക്. ആ ഒരു റിമോട്ട് കൊടുക്കാത്തതിൻ്റെ വാശി കേട്ടോ ഈ കാണിക്കുന്നത്. ഈ വാശി കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സാധനം തിരിച്ചു കൊടുക്കാൻ നിൽക്കത്തില്ല. കാരണം അവന് അതൊരു എളുതരമാവും. വീണ്ടും വീണ്ടും അവർക്ക് അങ്ങനെ വാശി പിടിച്ചാൽ കൊടുക്കുമെന്നുള്ളൊരു മൈൻഡായി പോവും. അങ്ങനെ അതിന് പകരം അമ്മ എന്തോ ഒരു സാധനം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ്റെ ആ ഒരു വഴക്കങ്ങ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ജനലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഭാഗം വൃത്തിയാക്കാനായിട്ട് പോവുക കേട്ടോ. അവിടെയും ഫുള്ളിങ്ങനെ ഞാൻ എൻ്റെ ബുക്കുകളും പിന്നെ കുഞ്ഞിൻ്റെ സാധനങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഫുള്ളിങ്ങനെ പൊടിയായിട്ടിരുന്നു. ഞങ്ങളുടെ റൂമിൽ ഇത്രയും പൊടി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എയർ ഹോളില്ല, പക്ഷെ നിറയെ പൊടിയാണ്. പെട്ടെന്ന് പൊടി പിടിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ജനലൊന്നും അങ്ങനെ തുറന്നിടാറില്ല. അങ്ങനെ അതൊക്കെ എങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇത് ഞാൻ നേരത്തെയൊക്കെ എപ്പോഴും ചെയ്യുന്നതായിരുന്നു. ഒരു വീക്കിലി വൺസെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുക്കി പറക്കലൊക്കെ. അവൻ ഉറങ്ങുന്ന സമയത്ത് റൂമിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു അനക്കം കേട്ടാലേ അവൻ ചാടി എണീറ്റ് ബഹളമായിരിക്കും. ആ ചെറിയൊരു ബോക്സ് കണ്ടില്ല, അതിനകത്തോട്ടോ ഞാൻ മരുന്നും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. അപ്പോൾ അവൻ്റെ മരുന്നുകളായാലും എല്ലാം അവിടെയാണ് വെക്കുന്നത്. പിന്നെ ആ അടുക്കി വെച്ചേക്കുന്ന തലയണകളൊക്കെ ഈ ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എടുത്ത് ചാടും. അതാ ഈ ഒരു പൊടി കണ്ടില്ലേ, ഞങ്ങളുടെ ബെഡിൻ്റെ കവറിൽ നിന്ന് വീണ പൊടി കേട്ടോ. ഈ ഒരു പണി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ അടുക്കി പറക്കാൻ തുടങ്ങിയപ്പം. ഞങ്ങൾ ബെഡിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പായും പിന്നെ പഴയൊരു ബ്ലാങ്കറ്റും ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ ബെഡ് ഇട്ടേക്കുന്നത്. പക്ഷെ ആ ബെഡിൻ്റെ മെത്തൊക്കെ ഈവൻ കുഞ്ഞൊക്കെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബെഡ് മനസ്സിലാവില്ലേ, അതുകൊണ്ട് ഞങ്ങളത് പുറത്തൊരു വാട്ടർ പ്രൂഫിൻ്റെ കവർ ഇട്ടിരുന്നേ. പക്ഷേ ആ കവർ ഫുള്ള് പൊടിഞ്ഞു. അത് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്ന എല്ലാം തോന്നുന്നു. അത് ഫുള്ള് പൊടിഞ്ഞിട്ട് ആ ബെഡ് നിറച്ച് അതിൻ്റെ പൊടിയായിരുന്നു കേട്ടോ. ഈ ഒരു പണി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചായിരുന്നില്ല. കാരണം അത്രയ്ക്ക് എൻ്റെ അണ്ണാക്കിൽ വരെ പൊടി കയറി. പിന്നെയാണ് ഞാൻ പോയി മാസ്ക് ഒക്കെ എടുത്തിട്ട്. എനിക്ക് പൊടിയൊക്കെ അടിക്കുമ്പോൾ നല്ല അലർജി ഉള്ളതാണ്. പക്ഷേ ഇത്രയും പൊടി ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മാസ്ക് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ അണ്ണാക്കിലോട്ട് കയറി പണി കിട്ടിയതിന് ശേഷമാണ് ഞാൻ മാസ്ക് എടുത്ത് വെച്ചത്. പിന്നെ തുടങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തീർക്കാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് വൃത്തിയാക്കാനായിട്ട് നിന്നത്. റൂം എന്നും ഞാൻ അടിച്ചുവാരി തൂക്കാറുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ദിവസവും കുടഞ്ഞു വിരിക്കാറുണ്ട്. പക്ഷേ ബെഡിനടിയിൽ ഇത്രയും പൊടി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ തൂത്തുവാരി ഇനി ബെഡൊക്കെ തിരിച്ചുകൊണ്ടാക്കണം. റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ സൈഡിൽ ഇരിക്കുന്നതൊക്കെ ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്ത് വെച്ച ബെഡ്ഷീറ്റൊക്കെ കേട്ടോ. അങ്ങനെ ആ സാധനങ്ങളൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറക്കിയിട്ട് ഞാനിതൊന്ന് വാക്യൂം പിടിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ബെഡും എല്ലാം വെളിയിലാക്കിയിട്ട് വാക്യൂം ക്ലീനർ വെച്ചൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് പൊടിയെല്ലാം അങ്ങ് പോവും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ റൂമും വീടും ഒക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായി കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും കുഞ്ഞായതിനു ശേഷം പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ ആ ഒരു സൈഡിലത്തെ മാറ്റിലൊന്നും വലുതായിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ അവിടുത്തെ ബെഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെക്കുകയും ചെയ്യുന്നതാണ്. ചെറിയ രീതിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ കബോർഡുകളൊക്കെ ഒതുക്കാനുണ്ട്. പക്ഷെ അതൊന്നും വലുതായിട്ട് മിസ്സായിട്ടിരിക്കുക അല്ലാത്തത് കൊണ്ട് എപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല. അതുകൊണ്ട് കബോർഡിലൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് തൊടാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഫൈനലി റൂമൊക്കെ സെറ്റാക്കി എല്ലാം അടിപൊളിയാക്കിയിട്ട് ബെഡൊക്കെ തിരിച്ചുകൊണ്ടിട്ട് വിരിച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, എന്നാലും ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.